pattern. A pattern is a model or the replica of the object to be casted. കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഒരു റെപ്ലിക്ക അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡലിനെയാണ് നമ്മൾ പാറ്റേൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എംബഡഡ് ഇൻ മോൾഡിംഗ് സാൻഡ് ആൻഡ് സ്യൂട്ടബിൾ റാമിംഗ് ഓഫ് മോൾഡിംഗ് സാൻഡ് അറൗണ്ട് ദ പാറ്റേൺ ഈസ് മെയ്ഡ്. അപ്പോൾ കാസ്റ്റിംഗ് പ്രോസസ്സിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ മോൾഡിംഗ് സാൻഡിൽ പാറ്റേൺ വയ്ക്കുന്നു. അതിനുശേഷം നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ള റാമിങ് ചെയ്യുന്നു. അങ്ങനെയാണത് മോൾഡിംഗ് സാൻഡിൽ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. ദ പാറ്റേൺ ഈസ് ദെൻ വിത്ഡ്രോൺ ഫോർ ജനറേറ്റിംഗ് ക്യാവിറ്റി ഇൻ മോൾഡിംഗ് സാൻഡ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പാറ്റേൺ നമ്മൾ തിരിച്ചെടുക്കുന്നു. അപ്പോൾ ആ പാറ്റേൺ ഇരിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാകുന്നു. അതായത് ഒരു ക്യാവിറ്റി എവിടെ ഉണ്ടാകുന്നു, ആ ക്യാവിറ്റിയാണ് നമ്മൾ മോൾഡ് ക്യാവിറ്റി എന്ന് പറയുന്നത്. ദേ മേ ബി മെയ്ഡ് ഓഫ് വുഡ്, പ്ലാസ്റ്റിക് ഓർ മെറ്റൽ. പാറ്റേൺസ് നമുക്ക് പല മെറ്റീരിയൽസ് കൊണ്ടുണ്ടാക്കാം. വുഡ് കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ മെറ്റൽ കൊണ്ടോ ബാക്കിയുള്ള ഏതെങ്കിലും ഫൈബേഴ്സ് കൊണ്ടോ നമുക്ക് പാറ്റേൺസ് ഉണ്ടാക്കാം. The selection of pattern material depends on the size and shape of the casting, dimensional accuracy, quantity of castings required, molding process. നമ്മൾ ഏത് മെറ്റീരിയലാണ് പാറ്റേണിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത് അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കാസ്റ്റിങ്ങിൻ്റെ സൈസും ഷേപ്പും അനുസരിച്ച് അത് ചേഞ്ച് ചെയ്യും. ഉണ്ടാക്കുന്ന കാസ്റ്റിങ്ങിൻ്റെ ഡയമെൻഷണൽ ആക്യുറസി അത് ഡിപ്പെൻഡ് ചെയ്യും. ദ നമ്പർ ഓഫ് കാസ്റ്റിങ്സ് ഓർ ദ ക്വാണ്ടിറ്റി ഓഫ് കാസ്റ്റിങ്സ് റിക്വയർഡ്. എത്ര കാസ്റ്റിങ്സാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? ഒരുപാട് കാസ്റ്റിങ്സ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ അത്രയും ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ യൂസ് ചെയ്യണം. അത് വീണ്ടും വീണ്ടും മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഡ്യൂറബിലിറ്റി ഉള്ളൊരു പാറ്റേൺ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ദ കൈൻഡ് ഓഫ് മോൾഡിംഗ് പ്രോസസ്സ്, ഏത് മോൾഡിംഗ് പ്രോസസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചും നമ്മുടെ സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യും. പാറ്റേൺസ് ആർ യൂസ്ഡ് റിപ്പീറ്റഡ്ലി ടു മേക്ക് മോൾഡ്സ്. സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി ഓഫ് മെറ്റീരിയൽ സെലക്റ്റഡ് ഫോർ പാറ്റേൺസ് must reflect the number of molds that the pattern is used to produce. നമ്മൾ ഒരു പാറ്റേൺ വെച്ചിട്ട് തന്നെ നമ്മൾ ഒരുപാട് മോൾഡുകൾ ഉണ്ടാക്കാറുണ്ട്. സോ അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽ അതിൻ്റെ സ്ട്രെങ്തും ഡ്യൂറബിലിറ്റി, കൂടുതൽ സ്ട്രെങ്ത് ഉള്ള പാറ്റേൺ വെച്ചിട്ട് നമുക്ക് കൂടുതൽ മോൾഡ്സ് ഉണ്ടാക്കാൻ സാധിക്കണം. They may be made of a combination of materials to reduce wear in critical റീജിയൻസിൽ ചില ഇൻട്രിക്കേറ്റ് ഷേപ്സിൽ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്സിൽ അല്ലെങ്കിൽ വളരെ തിന്നായിട്ടുള്ള അല്ലെങ്കിൽ വീക്കായിട്ടുള്ള റീജിയൻസ് വരുന്ന സ്ഥലത്ത് ഒരു പാറ്റേണിൻ്റെ ചിലപ്പോൾ അവിടെ ഒരു വളരെ തിൻ സെക്ഷൻ മതിയായിരിക്കും. അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു മെറ്റീരിയൽ കൊണ്ടിട്ട് പാറ്റേൺ ഉണ്ടാക്കുക. അതായത് ഒരു പാറ്റേൺ തന്നെ നമുക്ക് ഒന്നിലധികം മെറ്റീരിയൽസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. പാറ്റേൺസ് ആർ യൂഷ്വലി കോട്ടഡ് വിത്ത് എ പാർട്ടിംഗ് ഏജൻറ്റ് to facilitate their removal from the molds. സാധാരണ അതിൻ്റെ പുറത്തൊരു പാർട്ടിംഗ് ഏജൻറ്റ് നമ്മൾ കോട്ട് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ റാം ചെയ്തതിന് ശേഷം ഈ മോൾഡിംഗ് സാൻഡിൽ നിന്ന് നമുക്ക് ഇത് പാറ്റേണിനെ ഈസിലി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടിംഗ് ഏജൻറ്റ് അതിൽ കോട്ട് ചെയ്യാറുണ്ട്. ദിസ് ചാർട്ട് ഗീവ്സ് ദ റേറ്റിംഗ് ഓഫ് ഡിഫറെൻറ്റ് പാറ്റേൺ മെറ്റീരിയൽസ് എഗൻസ്റ്റ് വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് പല മെറ്റീരിയലിനും അവയുടെ റേറ്റിംഗ് എന്താണ്, ഓരോ ക്യാരക്ടറിസ്റ്റിക്സിനും അവയുടെ റേറ്റിംഗ് എന്താണെന്ന് കാണിക്കുന്ന ഒരു ചാർട്ടാണിത്. സോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ്, കൂടുതൽ ആവശ്യമുള്ള ഏതാണോ, സോ അതിന് എക്സലൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. Now we will discuss the different types of patterns one by one. The first type of pattern is one-piece or solid pattern. Solid pattern is made of single piece without joints, parting lines or loose pieces. It is the simplest form of pattern. One-piece pattern എന്ന് പറയുന്നത് അത് ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ, രണ്ട് പീസ് വെച്ചിട്ടല്ല ജോയിൻ ചെയ്തേക്കുന്നത്. ഇറ്റ്സ് എ സിംഗിൾ പീസ്. അതിൽ മറ്റൊരു ജോയിനിങ്ങോ പാർട്ടിങ്ങോ മറ്റൊരു പീസോ ഒന്നുമില്ല. ഏറ്റവും പാറ്റേൺ ടൈപ്സിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് വൺ പീസ് പാറ്റേൺ ഓർ സോളിഡ് പാറ്റേൺ.
The next type of pattern is two-piece or split pattern. ഇതിൽ രണ്ട് പീസുകളുണ്ട്, അല്ലെങ്കിൽ അതിനെ സ്പ്ലിറ്റ് പാറ്റേൺ എന്നും പറയും. രണ്ട് പീസുള്ളത് കൊണ്ട് ടു പീസ് എന്നും, രണ്ട് പാർട്സുകളായതുകൊണ്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് ഒരു സിംഗിൾ പാറ്റേണിനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് സ്പ്ലിറ്റ് പാറ്റേൺ എന്ന് പറയുന്നു. When solid pattern is difficult for withdrawal from the mold cavity, then solid pattern is split into two parts. അതായത് നമുക്കൊരു സോളിഡ് പാറ്റേൺ നമ്മുടെ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് ചില ഷേപ്സുകൾ നമുക്ക് ആ പാറ്റേൺ അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പാടായിരിക്കും. സോ അതിന് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് പാർട്ടാക്കി സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ രണ്ട് പാർട്ടായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനെ നമുക്ക് ഹാഫായിട്ട് തന്നെ ഈക്വൽ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നില്ല. നമ്മുടെ സൗകര്യമനുസരിച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അത് സിമെട്രിക്കൽ ആവണം എന്നും ഇല്ല, ഈക്വൽ ആവണമെന്നുമില്ല. എവിടെ വെച്ചിട്ട് വേണമെങ്കിലും നമുക്കതിനെ പാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാവുന്നതാണ്. സ്പ്ലിറ്റ് പാറ്റേൺ ഈസ് മെയ്ഡ് ഇൻ ടു പീസസ് വിച്ച് ആർ ജോയിൻഡ് അറ്റ് ദ പാർട്ടിംഗ് ലൈൻ ബൈ മീൻസ് ഓഫ് ഡബിൾ പിൻസ്. അതായത് നമ്മൾ ഈ സ്പ്ലിറ്റ് പാറ്റേൺ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളതിനെ പിന്നീട് എന്താണ് ജോയിൻ ചെയ്ത് വെക്കുക. നമ്മുടെ മോൾഡ് ക്യാവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനെ ജോയിൻ ചെയ്ത് വെക്കും. ആ ജോയിൻ ചെയ്യുന്നത് നമ്മൾ ഡബിൾ പിൻസ് യൂസ് ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ദ സ്പ്ലിറ്റിംഗ് അറ്റ് ദ പാർട്ടിംഗ് ലൈൻ ഈസ് ഡൺ ടു ഫെസിലിറ്റേറ്റ് ദ വിത്ഡ്രോവൽ ഓഫ് ദ പാറ്റേൺ. നേരത്തെ പറഞ്ഞു, അതായത് നമുക്ക് പാറ്റേൺ മോൾഡിൽ നിന്ന് ഈസിലി റിമൂവ് ചെയ്യാൻ വേണ്ടി, ഈസിലി വിത്ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. This is the picture of a two-piece pattern or split pattern. നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതിനകത്ത് നമ്മൾ ഡബിൾ പിൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു പാർട്ടിൽ ഡബിൾ പിൻസ് കാണും, മറ്റേ ഡബിൾ ഹോൾസ് കാണും. സോ ആ പിൻസ് ഈ ഹോളിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അത് ഫിക്സ് ആയിട്ടിരിക്കും. ചില കാസ്റ്റിങ്സ് വളരെ കോംപ്ലിക്കേറ്റ് ഷേപ്സിലുള്ളതായിരിക്കും. അപ്പോൾ അതിൻ്റെ പാറ്റേൺസും അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ നമുക്കത് മോൾഡിംഗ് ഫ്ലാസ്കിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ പറഞ്ഞു അതിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ പോലും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, അതിനെ ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്യും, ഒന്നോ അതിലധികമോ സ്പ്ലിറ്റ്. അങ്ങനെയുള്ള പാറ്റേൺസിനെയാണ് നമ്മൾ പറഞ്ഞത് ത്രീ പീസ് ഓർ മൾട്ടി പീസ് പാറ്റേൺ. കോമൺലി ത്രീ പീസായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എന്നിട്ടും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ വി വിൽ അഗെയിൻ ഡിവൈഡ് ഇറ്റ് ഇൻറ്റു മോർ. സോ ത്രീ പീസ് ഓർ മൾട്ടി പീസ് പാറ്റേൺ. സം പാറ്റേൺസ് ആർ ഓഫ് കോംപ്ലിക്കേറ്റഡ് കൈൻഡ് ഇൻ ഷേപ്പ് ആൻഡ് ഹെൻസ് കനോട്ട് ബി മെയ്ഡ് ഇൻ വൺ ഓർ ടു പീസസ് ബിക്കോസ് ഓഫ് ഡിഫിക്കൽട്ടി ഇൻ വിത്ഡ്രോയിങ് ഫ്രം ദ പാറ്റേൺ. മോൾഡിൽ നിന്ന് പാറ്റേൺ വിത്ഡ്രോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മളതിനെ എന്തിലോട്ട് ചെയ്യുന്നു, മൂന്ന് പീസ് പാറ്റേണിലോട്ട് ഡിവൈഡ് ചെയ്യുന്നു. Therefore those patterns are made in three pieces or multi pieces. രണ്ട് പീസിലോ ഒരു പീസിലോ ഉണ്ടാക്കുമ്പോൾ അതിനെ റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായതിനാൽ നമ്മളതിനെ മൂന്നോ അതിലധികമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മൾട്ടി മോൾഡിംഗ് ഫ്ലാസ്ക് ആർ നീഡഡ് ടു മേക്ക് മോൾഡ് ഫ്രം ദീസ് പാറ്റേൺസ്. സോ അപ്പോൾ ഇങ്ങനെയുള്ള പാറ്റേൺസ് വെച്ചിട്ട് നമുക്ക് മോൾഡ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം, മൾട്ടി മോൾഡിംഗ് ഫ്ലാസ്ക് വേണം. രണ്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്തതുപോലെ കോപ്പ് ആൻഡ് ഡ്രാഗ് പോരാ, എക്സ്ട്രാ ചീക്സും കൂടെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ദിസ് ഈസ് എ പിക്ചർ ഓഫ് ദ ത്രീ പീസ് ഓർ മൾട്ടി പീസ് പാറ്റേൺ. സോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഷേപ്പാണത്. സോ നമ്മൾ സിംഗിൾ പീസിലോ ടു പീസിലോ മേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൽ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് നമ്മളതിനെ മൂന്നാക്കി ഡിവൈഡ് ചെയ്യുന്നു. കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺ. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സ്പ്ലിറ്റ് പാറ്റേൺ. സ്പ്ലിറ്റ് പാറ്റേണിൻ്റെ ഒരു കൈൻഡാണത്, അതിൻ്റെ ഒരു ടൈപ്പാണ്. വളരെ സിമിലാരിറ്റി ഉണ്ട് സ്പ്ലിറ്റ് പാറ്റേണുമായിട്ട്. ഇറ്റ് ഹാസ് ടു പാർട്സ് വിച്ച് ആർ സെപ്പറേറ്റ്ലി മോൾഡഡ് ഓൺ മോൾഡിംഗ് ബോക്സ്. നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ആയിട്ടാണ് മോൾഡിംഗ് ബോക്സിൽ കീപ്പ് ചെയ്യുന്നത്. നമ്മുടെ സ്പ്ലിറ്റ് പാറ്റേണും അതേപോലെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് മോൾഡിംഗ് ബോക്സിൽ കീപ്പ് ചെയ്തിട്ട് മോൾഡ് ചെയ്യാം. ദിസ് പാറ്റേൺ types are used in the production of large castings where the molds are very heavy and unhandy for a user. വളരെ ഹെവി ആയിട്ടുള്ള കാസ്റ്റിങ്സിനാണ് നമ്മൾ കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺ യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് എ പിക്ചർ ഓഫ് എ കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺ.
where you can see the cope part and drag part are separately kept in the cope and drag respectively. രണ്ട് പാർട്ടുണ്ട്, ഒന്ന് കോപ്പിലും ഒന്ന് ഡ്രാഗിലുമാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. മാച്ച് പ്ലേറ്റ് പാറ്റേൺ. A match plate pattern is a split pattern having the cope and drags portions mounted on opposite sides of a plate, usually a metallic plate, called the match plate. ഈ മാച്ച് പ്ലേറ്റ് പാറ്റേണിൽ ഒരു മെറ്റാലിക് പ്ലേറ്റ് ഉണ്ടാവും. അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മുടെ പാറ്റേണിൻ്റെ കോപ്പ് പാർട്ടും ഡ്രാഗ് പാർട്ടും നമ്മളതിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കും. ഒരു പ്ലേറ്റ് അതിൻ്റെ ടോപ്പിൽ കോപ്പ് പാർട്ടും ബോട്ടത്തിൽ ഡ്രാഗ് പാർട്ടും നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നു. The gates and runners are mounted on the match plate so that very little hand work is required. അപ്പം ഈ പ്ലേറ്റിൽ തന്നെ നമ്മൾ ഗേറ്റ്സും റണ്ണേഴ്സും ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് അധികം ഹാൻഡ് വർക്ക് ഇല്ല. ഗേറ്റും റണ്ണറും ഒക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഹാൻഡ് വർക്ക് അവിടെ വരുന്നില്ല. ദിസ് റിസൾട്ട്സ് ഇൻ ഹയർ പ്രൊഡക്ടിവിറ്റി. വളരെ പ്രൊഡക്ടിവിറ്റി കൂടുതലാണ് ഇതിന്, കാരണം നമുക്ക് ഹാൻഡ് വർക്ക് വളരെ കുറവാണ്. സോ നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ കൂടുതൽ കാസ്റ്റിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. സോ ദിസ് ഈസ് ദ പിക്ചർ ഫോർ എ മാച്ച് പ്ലേറ്റ് പാറ്റേൺ. രണ്ട് പിക്ചേഴ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ടോപ്പിലെ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് കാണാം. അതിനകത്ത് നമുക്ക് രണ്ട് കാസ്റ്റിങ്സ് ഉണ്ട്. ഒന്ന് സിലിണ്ടറിക്കൽ കാസ്റ്റിങ്ങും ഒന്ന് ഒരു ബ്ലോക്ക് കാസ്റ്റിങ്ങും. സോ അതിലേക്ക് രണ്ടിലേക്കുള്ള ഗേറ്റും റണ്ണർ സിസ്റ്റം ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൻ്റെ തന്നെ സൈഡ് വ്യൂവും ഫ്രണ്ട് വ്യൂവും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പിക്ചറിൽ നിന്ന് കുറച്ചുകൂടെ ഐഡിയ ഉണ്ടാവും. സ്പ്ലിറ്റ് പാറ്റേൺ, ഓൺ പീസ് പാറ്റേൺ, മാച്ച് പ്ലേറ്റ് പാറ്റേണും കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേണും. കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺ ഇതേ കണക്ക് തന്നെ ഇരിക്കണം എന്നില്ല. ഇതിനകത്ത് ഡെപ്പിക്റ്റ് ചെയ്തേക്കുന്നത് ഒരു പ്ലേറ്റിൽ മൗണ്ട് ചെയ്തേക്കുന്നത് ഒരു നമ്മുടെ മാച്ച് പ്ലേറ്റിൻ്റെ തന്നെ വേറെ കാറ്റഗറിയിലുള്ള ഒരു കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺ. അതായത് രണ്ട് പ്ലേറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കോപ്പ് പാർട്ടും ഡ്രാഗ് പാർട്ടും മൗണ്ട് ചെയ്തേക്കുന്നു. അല്ലാണ്ട് ഇതിൽ കാണിച്ചേക്കുന്ന കണക്ക് സ്പ്ലിറ്റ് പാറ്റേൺ പോലെ ഉള്ള കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേണും ഉണ്ട്. ലൂസ് പീസ് പാറ്റേൺ. ലൂസ് പീസ് പാറ്റേൺ ഈസ് യൂസ്ഡ് വെൻ ദ പാറ്റേൺ ഈസ് ഡിഫിക്കൽട്ട് ഫോർ വിഡ്രോവൽ ഫ്രം ദ മോൾഡ്. നമ്മുടെ സ്പ്ലിറ്റ് പാറ്റേൺ പോലെ തന്നെ ആണിത്. നമ്മൾ പാറ്റേൺ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യാൻ, വിഡ്രോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കേസിലാണ് നമ്മൾ ലൂസ് പീസ് പാറ്റേൺ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ പാറ്റേണിനെ സ്പ്ലിറ്റ് ചെയ്യുകയല്ല, പാറ്റേണിൻ്റെ നമുക്ക് മൂവ് ചെയ്യാൻ ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയാസ് നമ്മളവിടെ എന്ത് ചെയ്യുന്നു, അതിനൊരു സെപ്പറേറ്റ് പീസാക്കുന്നു, അതിനെ ലൂസായിട്ട് കീപ്പ് ചെയ്യുന്നു. ലൂസ് പീസസ് ആർ പ്രൊവൈഡഡ് ഓൺ ദ പാറ്റേൺ ആൻഡ് ദേ ആർ ദ പാർട്ട് ഓഫ് ദ പാറ്റേൺ. ദ മെയിൻ പാറ്റേൺ ഈസ് റിമൂവ്ഡ് ഫസ്റ്റ്, ലീവിങ് ദ ലൂസ് പീസ് പോർഷൻ ഓഫ് ദ പാറ്റേൺ ഇൻ ദ മൗൾഡ്. ആദ്യമേ നമ്മൾ ഇത് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും മെയിൻ പാർട്ട് റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ലൂസായിട്ട് കീപ്പ് ചെയ്ത പാർട്ട് റിമൂവ് ചെയ്യുന്നു. ചില ഡിഫിക്കൽട്ടായിട്ടുള്ള കാസ്റ്റിങ്സ്, അതിൻ്റെ ഷേപ്പൊക്കെ വളരെ ഇൻട്രിക്കേറ്റ് ആയിരിക്കും, കോംപ്ലക്സ് ആയിരിക്കും. സോ അത് നമുക്ക് ഒറ്റ പീസിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. സോ അത് ഒറ്റ പീസിലുണ്ടാക്കിയാൽ അത് റിമൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ കൂടുതൽ ലൂസ് പീസസ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ലൂസ് പീസ് പാറ്റേൺ എന്താണെന്ന്. അത് ആ ഒരു സി ഷേപ്പിലുള്ള അതാണ് നമ്മുടെ മെയിൻ പാറ്റേൺ. ആ പാറ്റേണിൻ്റെ കൂടെ തന്നെ ഒരു ട്രയാങ്കിൾ സെക്ഷൻസിൽ നമ്മുടെ ലൂസ് പീസസ് വരുന്നുണ്ട്. ഇതൊരു സിംഗിൾ ഷേപ്പ് ആയിരുന്നെങ്കിൽ നമുക്ക് ആ മൗൾഡ് ക്യാവിറ്റിയെ ഡിസ്ട്രോയ് ചെയ്യാണ്ട് നമുക്കത് റിമൂവ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ആ മൗൾഡ് ക്യാവിറ്റി ഡിസ്ട്രോയ് ആയാൽ പിന്നെ നമുക്ക് അങ്ങനൊരു മൗൾഡ് ക്യാവിറ്റി ഉണ്ടാക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ലാണ്ടായിപ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ലൂസ് പീസ് കൊടുത്തേക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ആദ്യമേ ആ മെയിൻ പാറ്റേൺ റിമൂവ് ചെയ്തതിന് ശേഷം ബാക്കി ലൂസ് പീസ് നമുക്ക് സൈഡ് വേസ് ആയിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും. The next kind of pattern is follow board pattern. This pattern is adopted for those castings which have portions that are structurally weak and if not supported correctly may break under the force of violence. അതായത് ഈ ഫോളോ ബോർഡ് പാറ്റേൺ നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ വീക്കായിട്ടുള്ള, സ്ട്രക്ചറലി വീക്കായിട്ടുള്ള, വളരെ തിൻ സെക്ഷൻസ് ഉള്ള പാറ്റേൺസിനെ
സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പാറ്റേണാണിത്. അതായത് വളരെ തിന്നായിട്ടുള്ള പാറ്റേൺസ് നമ്മൾ റാം ചെയ്യുമ്പോൾ അത് ബ്രേക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാറ്റേണാണ് ഫോളോ ബോർഡ് പാറ്റേൺ. Therefore, bottom board is adapted as a follow board to intimately fit the contour of wig pattern and thus supporting it during the running of track. അതായത് നമ്മുടെ പാറ്റേണിൻ്റെ അതേ ഷേപ്പിൽ അതിൻ്റെ ആ ഒരു ഷേപ്പ് എങ്ങനെയുണ്ടോ അതിൻ്റെ അതേ കോണ്ടൂറിൽ നമ്മൾ ഒരു ബോട്ടം ബോർഡ്, ഒരു വുഡൻ ബോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിനോട് ചേർത്ത് തന്നെ ഇതിനെ കീപ്പ് ചെയ്യും. അതാണ് പറയുന്നത് ഇൻറ്റിമേറ്റ്ലി, വളരെ അടുത്ത് തന്നെ ഇത് കീപ്പ് ചെയ്തിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോഴത്തേക്കും നമ്മൾ റാം ചെയ്യുമ്പോഴത്തേക്കും എന്ത് പറ്റും, ഈ നമ്മുടെ തിന്നായിട്ടുള്ള വീക്കായിട്ടുള്ള ഈ പാറ്റേണിന് ഒരു സപ്പോർട്ട് കിട്ടും. ഈ താഴെ ഈ ഒരു ബോട്ടം ബോർഡ് ഉള്ളത്. സോ ഇങ്ങനെയുള്ള ഒരു പാറ്റേണാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോളോ ബോർഡ് പാറ്റേൺ എന്ന് പറയുന്നത്. സോ ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ പാറ്റേൺ ഉണ്ട്. അതിന് താഴെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോളോ ബോർഡ് ഹാഷ്ഡ് ഏരിയ ആണ് നമ്മുടെ ഫോളോ ബോർഡ്. സപ്പോസ് ആ ഫോളോ ബോർഡ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കും, നമ്മൾ റാം ചെയ്യുമ്പോഴത്തേക്കും ഈ നമ്മുടെ പാറ്റേൺ ബെൻഡ് ആവാനോ ബ്രേക്ക് ആവാനോ ഉള്ള സാധ്യത. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അതേ ഷേപ്പിൽ വരുന്ന ഒരു ബോർഡ്, ഒരു സപ്പോർട്ടിംഗ് ബോർഡ് ക്രിയേറ്റ് ചെയ്ത് അതിനോട് ചേർത്ത് വയ്ക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, follow board pattern എന്ന് പറയുന്നത്. The next type of pattern is gated pattern. Gated pattern can consist of one or more patterns combined into a single pattern. Gated pattern എന്ന് പറയുന്നത് ഒന്നോ അതിലധികമോ, അതായത് ഒരുപാട് പാറ്റേൺസ്, ഒന്നിൽ കൂടുതൽ പാറ്റേൺസ് നമ്മൾ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ പാറ്റേൺ ആക്കി മാറ്റുന്നു. അങ്ങനെയുള്ള പാറ്റേണിനെയാണ് ഗേറ്റഡ് പാറ്റേൺസ് എന്ന് പറയുന്നത്. It is designed for the mold which makes multiple components at one casting process. അതായത് ഒറ്റ കാസ്റ്റിങ്ങിലൂടെ തന്നെ നമുക്ക് ഒരുപാട് കമ്പോണൻറ്റ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്ന കൈൻഡ് ഓഫ് പാറ്റേണാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗേറ്റഡ് പാറ്റേൺ എന്ന് പറയുന്നത്. The gates are used to combine the different patterns and runners to create a flow way for the molten materials. അതായത് നമുക്ക് ഒരുപാട് പാറ്റേൺസ് ഉണ്ട്, അതിനെ നമ്മളെല്ലാത്തിനും അറേഞ്ച് ചെയ്ത് വെച്ചേക്കും. അതിനെ ഗേറ്റുകൾ വെച്ചിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. ഈ ഗേറ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു റണ്ണർ സിസ്റ്റം കൂടെ കൊടുക്കും. അപ്പോൾ റണ്ണറിലേക്ക് നമ്മൾ മോൾട്ടൺ മെറ്റീരിയൽ പോർ ചെയ്യുമ്പോഴത്തേക്കും അത് ഈ ഓരോ ഗേറ്റ് വഴി റെസ്പെക്റ്റീവ് പാറ്റേൺസിലോട്ട് പോകും, റെസ്പെക്റ്റീവ് ക്യാവിറ്റീസിലോട്ട് മോൾട്ടൺ മെറ്റീരിയൽ കടന്നു ചെല്ലുന്നത്. These patterns are very expensive due to their high cost. They are used for creating small castings. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണിത്. സോ അത് നമ്മൾ വളരെ ചെറിയ കാസ്റ്റിങ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കോമൺലി യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് എ പിക്ചർ ഓഫ് എ ഗേറ്റഡ് പാറ്റേൺ. സോ ആ പാറ്റേൺ നിങ്ങൾ കാണാൻ സാധിക്കും. അതിലോട്ട് ഒരു ഗേറ്റ് സിസ്റ്റം ഉണ്ട്, ഓരോന്നിലോട്ടും സെപ്പറേറ്റ് ഗേറ്റ്സ് ഉണ്ട്. ഈ ഗേറ്റിനെ എല്ലാവർക്കും കൂടെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ റണ്ണർ പാസ് ചെയ്യും. ദിസ് ഈസ് ദ അനദർ പിക്ചർ ഓഫ് gated pattern. Sweep pattern. A sweep pattern is a section or board of proper contour that is rotated about one edge to shape mold cavities having shapes of rotational symmetry. Rotational symmetry ഉള്ള mold cavities ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് സ്വീപ്പ് പാറ്റേൺ. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ആവശ്യമുള്ള ക്യാവിറ്റിയുടെ അതിൻ്റെ ഒരു സെക്ഷൻ എടുക്കും. അതിനെ നമ്മൾ അതിൻ്റെ ഒരു കോണ്ടൂർ, അതിൻ്റെ ഒരു ഷേപ്പിൽ നമ്മളൊരു ബോർഡോ ഒരു സെക്ഷനോ എടുത്തിട്ട് ഒരു പോളിൽ നിർത്തിയിട്ട് റൊട്ടേറ്റ് ചെയ്ത് ആ ഒരു ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി എ സ്വീപ്പ് ഈസ് എ ടെംപ്ലേറ്റ് ഓഫ് വുഡ് ഓർ മെറ്റൽ ആൻഡ് ഈസ് അറ്റാച്ച്ഡ് ടു ദ സ്പിൻഡിൽ അറ്റ് വൺ എഡ്ജ് ആൻഡ് ദ അതർ എഡ്ജ് ആസ് എ കോണ്ടൂർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിസൈഡ് ഷേപ്പ് ഓഫ് ദ മോൾഡ്. അപ്പോൾ ഈ സ്വീപ്പ് പാറ്റേൺ എന്ന് പറയുന്നത്, അപ്പോൾ നമുക്കൊരു സ്പിൻഡിലുണ്ട്, സ്പിൻഡിലെങ്കിൽ ഒരു പോസ്റ്റ് ഉണ്ട് നടുക്ക്, അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു മെറ്റലോ വുഡോ വെച്ചോ ഉണ്ടാക്കിയ ഒരു ടെംപ്ലേറ്റ് എടുക്കും. നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോണ ക്യാവിറ്റിക്ക്
അനുസരിച്ചിട്ടുള്ള ഒരു പീസ് ഓഫ് മെറ്റലോ ഒരു വുഡോ നമ്മൾ എടുത്തതിന് ശേഷം അത് ഈ പോസ്റ്റിൽ ഫിക്സ് ചെയ്തിട്ട് അതിനെ വെച്ചിട്ട് അതിനെ ആക്സിസ് ആക്കിയിട്ട് നമ്മളതിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ പിവറ്റ് എൻഡ് ഈസ് അറ്റാച്ച്ഡ് ടു എ പോസ്റ്റ് ഓഫ് മെറ്റൽ ഇൻ ദ സെൻറ്റർ ഓഫ് ദ മോൾഡ്. അപ്പോൾ ഇതിൻ്റെ പിവറ്റ് ഒരു മെറ്റാലിക് പോസ്റ്റിന് പിവറ്റാക്കി നിർത്തിയിട്ടാണ് നമ്മളിതിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യാവിറ്റിക്ക് സെൻറ്ററായിട്ട് നമ്മൾ എന്ത് ഫിക്സ് ചെയ്യുന്നു, ഒരു സ്പിൻഡിലോ ഒരു സ്റ്റീക്കോ ഒരു മെറ്റാലിക് പോസ്റ്റ് ഫിക്സ് ചെയ്യുന്നു. അതിനെ പിവട്ടാക്കിയിട്ടാണ്, അതിനെ ആക്സസ് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സ്വീപ്പ് ബോർഡ്, ഒരു ബോർഡാവാം, ഒരു മെറ്റാലിക് ബോർഡാവാം, അല്ലെങ്കിൽ ഒരു വുഡൻ ബോർഡാവാം, അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ക്യാവിറ്റിയുടെ ഷേപ്പിൽ അതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഈ സ്പിൻഡിലിനെ ഈ പോസ്റ്റിനെ ഒരു ആക്സിസ് ആക്കിയിട്ട് നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും, ആ ഡിസൈഡ് ക്യാവിറ്റി നമുക്ക് ലഭിക്കും. Skeleton pattern. Skeleton pattern is used for castings which have large size but simple shape. വളരെ വലിയ സൈസുള്ള പക്ഷെ വളരെ സിമ്പിളായിട്ടുള്ള ഷേപ്പുള്ള കാസ്റ്റിങ്സിനാണ് നമ്മൾ കൂടുതലും സ്കെൽട്ടൺ പാറ്റേൺ യൂസ് ചെയ്യുന്നത്. This is a ribbed construction of wood which forms an outline of the pattern to be made. This framework is filled with loam sand and ramped. The surplus sand is removed by trickle board. അതായത് നമ്മൾ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ക്യാവിറ്റി അതിന് സമാനമായിട്ടുള്ള ഒരു റിബ്ഡ് കൺസ്ട്രക്ഷൻ, അതായത് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സ്കെൽട്ടൺ പാറ്റേൺ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഏത് സാധാരണ നമ്മൾ ഏത് ക്യാവിറ്റിയാണോ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തന്നെ ഒരു പാറ്റേണാണ് നമ്മൾ മേക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇത് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ്, അതിൻ്റെ ഒരു സ്കെൽട്ടൺ മാത്രമാണ് നമ്മളിവിടെ ഫോം ചെയ്യുന്നത്. അതിനുശേഷം അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ലോം സാൻഡ് ഉപയോഗിച്ച് ഫില്ല് ചെയ്യുന്നു, ശേഷം റാമ് ചെയ്യുന്നു. എക്സസ് ആയിട്ടുള്ള ഈ സ്കെൽട്ടന് പുറത്തുള്ള എക്സസ് ആയിട്ടുള്ള സാൻഡ് നമ്മൾ ഒരു സ്ട്രിക്കിൾ ബോർഡ് യൂസ് ചെയ്ത് റിമൂവ് ചെയ്യുന്നു. ഫോർ റൗണ്ട് ഷേപ്സ് ദ പാറ്റേൺ ഈസ് മെയ്ഡ് ഇൻ 2 halves which are joined with glue or by means of screws. This type of pattern is also used in pit or floor molding process. റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ ഈ പാറ്റേണിന് നമ്മൾ 2 ഹാഫാക്കി ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അതിനെ സ്ക്രൂ ചെയ്തോ ഗ്ലൂ ചെയ്തോ ചേർത്ത് വയ്ക്കുന്നു. സാധാരണ ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ പിറ്റ് മൗൾഡിങ് അല്ലെങ്കിൽ ഫ്ലോർ മൗൾഡിങ്ങിലൊക്കെയാണ് സാധാരണ ഇത് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ പിക്ചർ ഓഫ് എ സ്കെൽട്ടൺ പാറ്റേൺ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സിലിണ്ടറിൻ്റെ ഒരു ഹാഫ് പോർഷനാണ് നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു സ്കെൽട്ടൺ, ഒരു ഔട്ട്ലൈൻ മാത്രമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനിടയ്ക്ക് നമ്മൾ എന്താണ്, നമ്മുടെ ലോം സാൻഡ് ആണ് നമ്മൾ റാമ്പ് ചെയ്ത് ഫിക്സ് ചെയ്യുന്നത്. അത് എക്സ്ട്രാ സാൻഡ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ സ്ട്രിക്കിൾ ബോർഡ് യൂസ് ചെയ്യും. സെഗ്മെൻ്റൽ പാറ്റേൺ. ദിസ് ജസ്റ്റ് സിമിലർ ടു സ്വീപ്പ് പാറ്റേൺ. സ്വീപ്പ് പാറ്റേൺ വളരെ സിമിലർ ആണത്. ദ വർക്കിംഗ് സ്ട്രക്ചർ ഓഫ് സെഗ്മെൻ്റൽ പാറ്റേൺ ആൻഡ് സ്വീപ്പ് പാറ്റേൺ ഈസ് ആൾമോസ്റ്റ് സിമിലർ. നമ്മളത് കാണാനും വിഷ്വലിയും ഇതിൻ്റെ വർക്കിംഗ് സ്ട്രക്ചറും എല്ലാം വളരെ സിമിലറാണ് ഏതുമായിട്ട്, നമ്മുടെ സ്വീപ്പ് പാറ്റേണുമായിട്ട്. ആസ് എ നെയിം സജസ്റ്റ്, സെഗ്മെൻ്റൽ പാറ്റേൺ ഈസ് ഇൻ ദ ഫോം ഓഫ് സെഗ്മെൻറ്റ്സ് ആൻഡ് യൂസ്ഡ് ഫോർ മോൾഡിങ് സർക്കുലർ ഓർ റൗണ്ട് സ്ട്രക്ചേഴ്സ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യാവിറ്റിയുടെ അതിൻ്റെ ഒരു സെഗ്മെൻറ്റ്, അതിൻ്റെ ഒരു പാർട്ട് മാത്രം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, സെഗ്മെൻ്റൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അതിനെ സെഗ്മെൻ്റൽ പാറ്റേൺ എന്ന് പറയുന്നത്. ഇത് സ്വീപ്പ് പാറ്റേണുമായിട്ട് വളരെ സിമിലറാണ്. സ്വീപ്പ് പാറ്റേണിൽ നമ്മളൊരു ഫുൾ റൊട്ടേഷൻ യൂസ് ചെയ്താണ് ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്തിരുന്നു എങ്കിൽ ഇവിടെ സെഗ്മെൻ്റൽ പാറ്റേണിൽ നമ്മളൊരു ഫുൾ റൊട്ടേഷൻ മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഫുൾ റൊട്ടേഷൻ മൂവ് ചെയ്യാണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പാറ്റേണിനെയാണ് നമ്മൾ സെഗ്മെൻ്റൽ പാറ്റേൺ എന്ന് പറയുന്നത്. അതിൻ്റെ ആ ടോട്ടൽ റൊട്ടേഷൻ്റെ ഒരു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യേണ്ട, വളരെ അതിൻ്റെ ഒരു കുറച്ച് ഭാഗം മാത്രം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ലഭിക്കുന്നു, സെഗ്മെൻ്റൽ പാറ്റേൺ വെച്ചിട്ടുള്ള ക്യാവിറ്റി ലഭിക്കുന്നു. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ സാധിക്കും അതിൻ്റെ
താഴെയുള്ള ഫിഗറാണ് നമ്മുടെ സെഗ്മെൻ്റൽ പാറ്റേൺ എന്ന് പറയുന്നത്. അതുപയോഗിച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ക്യാവിറ്റിയാണ് മുകളിൽ കാണിച്ചേക്കുന്നത് വിത്ത് ദ ടോപ്പ് വ്യൂ ഓഫ് ദ പാറ്റേൺ. മുകളിലത്തെ ഫിഗറിൽ നമ്മുടെ സെഗ്മെൻ്റൽ പാറ്റേണിൻ്റെ ടോപ്പ് വ്യൂ ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ക്യാവിറ്റിയും ഉണ്ട്. അത് കുറച്ച് ഡിസ്റ്റോർട്ടഡ് ആണ്. ഈ ഫിഗർ നോക്കുക. സപ്പോസ് നമുക്ക് ഉണ്ടാക്കേണ്ട ഒരു ക്യാവിറ്റി എന്ന് പറയുന്നത് ഒരു സർക്കുലർ ആർക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ തന്നെയുള്ളൊരു ക്യൂബിക്കൽ സ്റ്റിക്ക് ഉപയോഗിച്ച് അതിനെ നമ്മൾ പിവട്ട് ചെയ്ത് ഒരു സ്ഥലത്ത് പിവട്ട് ചെയ്തിട്ട് ആ പിവട്ടിനെ ആക്സിസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും, ഒരു സർക്കുലർ ആർക്കുള്ള ഇത് കിട്ടും. ഇങ്ങനെയുള്ള പാറ്റേണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെഗ്മെൻ്റൽ പാറ്റേൺ എന്ന് പറയുന്നത്.